നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് സൗദാമിനി മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം എന്നറിയുണ്ടായിരുന്നില്ല. സ്വന്തം മോളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേങ്കിൽ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവൾ ചെയ്ത തെറ്റിനാണ് ബാലേന്ദ്രൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവൾ കാരണം താനും നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളുടെ മോളുടെ അഹങ്കാരം ഇത്രയായിട്ട് തീർന്നിട്ടില്ല. ഇപ്പോഴും അവളുടെ വിചാരം അവളേതാണ്ട് വലിയ ആളാന്നാ. സ്വന്തം മോന് ജയിലിൽ, അതോടൊപ്പം തന്നെ അവൾക്കാണെങ്കിലോ എഴുന്നേക്കാൻ പോലും വയ്യ, കാലും കൈയും ഒടിഞ്ഞ് അവൾ കിടക്കുന്നു. എന്നിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ കടിച്ച് തിന്നാനായിട്ട് വരുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം മോളെ നേരെ ചൊവ്വേ വളർത്താത്ത നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ, ഞാൻ എന്ത് ചെയ്യാനായിട്ടാ, അങ്ങനെയൊക്കെ ആയിപ്പോയി, ഞാൻ പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവളെ കൊണ്ട് അനുസരിപ്പിക്കാൻ നോക്കിയാലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമില്ല. അല്ലെങ്കിലും അവൾക്ക് ആരെ ഒരു ഭഗവപ്പില്ല. അവൾ തോന്നിയാസം നടക്കുന്നത്. അവളെ ആരും ഉപദേശിക്കാൻ ചെല്ലരുത്. അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് ജീവിക്കണം. ഭർത്താവെന്നോ മക്കളെന്നോ അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും അവൾക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സൗദാമിനി മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെ അമ്മയായി പോയില്ലേ. എനിക്ക് എൻ്റെ മകളുടെ ജീവിതം നല്ല രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു വെച്ചത്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ശരിയാ, നിങ്ങളങ്ങോട്ട് ഡീസൻ്റായിട്ട് കൈ കഴുകി. പക്ഷേങ്കിൽ ആ ചതിക്കുഴിയിലേക്ക് വീണ എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് നിങ്ങളിതൊക്കെ പറയുമായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. നിങ്ങളിതെല്ലാം മറച്ചു വെച്ചില്ലേ. 10-22 വർഷക്കാലം നിങ്ങൾ ചതിച്ചില്ലേന്ന് ചോദിച്ചു. സൗദാമിനി മുത്തശ്ശി അവിടെ നിന്ന് കരയുവാണ്. അല്ലാതെ വേറൊന്നും പറയാനും ചെയ്യാനും പറ്റില്ലല്ലോ. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ എഴുന്നേക്കാൻ പോലും വയ്യാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് എന്താവാനാ, ഇനിയിപ്പം വരുന്നതൊക്കെ അനുഭവിച്ച് തന്നെ തീർക്കണം. അതൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം കമല ബാലേന്ദ്രൻ ഒരു ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനോട് ചോദിച്ചു, ബാലേന്ദ്ര, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ദേഷ്യപ്പെടലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല കമലടുത്ത് കാര്യം എന്താ വെച്ചാൽ പറ. അല്ല, ഈ അലീന അവിടേക്ക് പോകുന്നില്ലേ, ആ ശരണ്യെന്ന് പറയുന്ന പെണ്ണിൻ്റെ വീട്ടിൽ? പോകുന്നുണ്ട്, അവൾ 1-2 വട്ടം പോയായിരുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളെ വെച്ച് നമുക്ക് വേണമെങ്കിൽ രോഹിത്തിന് ഹരിയൊക്കെ പുറത്തിറക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചു. അവളെ വെച്ചോ? അതെ, ഇപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. രോഹിത്തിനെയും ഹരിയെ നമുക്ക് പുറത്തിറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ കൂടെ ബാക്കി 2 പേരും കൂടെ ഉണ്ടല്ലോ. അവന്മാരാണ് ഇത് ചെയ്തതെന്ന് അവളെ കൊണ്ട് പറയിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? ഒരു പക്ഷേങ്കിൽ അലീന ശരണ്യോട് പറയുവാണെങ്കിൽ ശരണ്യെ അനുസരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഓഹോ, സ്വാധീനിക്കാനല്ലേന്ന് ചോദിച്ചു. അതെ, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശരണ്യയുമായിട്ട് അവൾ നല്ല അടുപ്പത്തിലല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, കമലയിടത്തേക്ക് എന്താ ഒട്ടും ബോധമില്ലേന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അവൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോഴേക്കും കമല പറഞ്ഞു, ഒന്നുമില്ലേലും അവൾ സ്വന്തം കുടുംബത്തിലെ അംഗമല്ലേന്ന് ചോദിച്ചു. സ്വന്തം കുടുംബത്തിലെയോ? അപ്പോഴേക്കാണ് ശിവശങ്കരൻ ഇങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് ശിവശങ്കരൻ്റെ അടുത്ത് നിന്നിട്ട് ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല കമലയിടത്തി പറഞ്ഞു അലീന സ്വന്തം കുടുംബത്തിലെ ആളല്ലേന്ന്, കടപ്പാട്ടിരിയാണോ അതോ കൊല്ലപ്പള്ളി വീട്ടിലാണോ എന്ന് ചോദിച്ചു. ശിവശങ്കരൻ്റെ മുഖം താന്നു. എന്ത് പറയാൻ പറ്റും? അപ്പോഴേക്കും കമല ചോദിച്ചു, അതെന്ത് വർത്താനോ ബാലേന്ദ്രൻ പറയണേ. ബാലേന്ദ്രൻ്റെ മോളല്ലേ അവള്, അപ്പോൾ പിന്നെ കൊല്ലപ്പള്ളിയിലല്ലേന്ന് ചോദിച്ചു. പിന്നെ എങ്ങനെ അല്ല, അപ്പോൾ പിന്നെ കടപ്പാട്ടുരി അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കൊല്ലപ്പള്ളിയിലെ ആവുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടത് ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് പറയാനാ എൻ്റെ കമലയെടുത്തി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അലീനയുടെ അടുത്ത് ഇതുമായിട്ട് പോയിട്ടുണ്ടെങ്കിലേ അലീനെ ആട്ടി ഇറക്കത്തുള്ളൂ. അല്ല, നിങ്ങൾക്ക് സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, പിന്നെ എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ബാലേന്ദ്രൻ മനുഷ്യങ്ങളോട് പറഞ്ഞു, അതെ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് മനുവേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം മനുവായിട്ട് പോയെന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം മനുഷ്യങ്ങളോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കളെ. ഇവിടെ അച്ഛനാണെങ്കിൽ പറ്റുന്ന പോലൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റുമോയെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? വക്കീലുമാരൊക്കെ പറയുന്നത് ഒരു പ്രതീക്ഷ വേണ്ടെന്നാണ് പറയണേ. ഇനിയിപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ചിലപ്പോൾ പറയുമായിരിക്കും ഇനിയും റിമാൻഡ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഇനിയും റിമാൻഡിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ, ജയിലിലേക്ക് വീണ്ടും വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അതെ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അല്ല ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്കിളെന്ന് ചോദിച്ചു. എന്ത്? അലീനയെ കൊണ്ട് ആ പെൺകുട്ടിയെ സ്വാധീനിക്കാനോ? നിൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയൊക്കെ പലതും പറയും. നിൻ്റെ അച്ഛനൊക്കെ ആത്മാഭിമാനം ഒന്നുമില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയണേ. നിൻ്റെ അമ്മയ്ക്ക് പണ്ടേ അതില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങനെയല്ല. അവൾ ഓർഫനേജ് വളർന്ന കുട്ടിയാണെങ്കിലും അവൾക്ക് അവളുടേതായ ആത്മാഭിമാനം കാര്യങ്ങളും ഉണ്ട്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ. സ്വന്തം മാനൻ
നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വയറ്റത്ത് കത്രയെ കുത്തിയിറക്കിയോളാം അവൾ. അപ്പോൾ അവൾ ഒരു കാരണവശാലും ഇങ്ങനെ ശരണ്യോട് സംസാരിക്കില്ല. കാരണം അവൾക്കറിയാം അവളൊരു പെണ്ണാണ്. ഒരു പെണ്ണിൻ്റെ മാനം കളഞ്ഞവന് വേണ്ടിയിട്ട് അവൾ ഒരിക്കലും സംസാരിക്കില്ല എന്ന് പറഞ്ഞു. മനുഷ്യങ്ങൾ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അങ്കിളെ, ഞാൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അങ്ങ് ചോദിച്ചു പോയതാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ഇനി വരുന്നിടച്ച് വെച്ച് കാണാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ല, ഇതാദ്യത്തെ അനുഭവമല്ലല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഉപദേശിച്ചല്ലേ, നേരെ ആവാനായിരുന്നെങ്കിൽ അന്നേ നേരെ ആവാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, അത് ശരിയാ അങ്കിളെ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് ബാലേന്ദ്രൻ വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലൊന്ന് കയറുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം രോഹിത് ജയിലിലായതിനു ശേഷമൊന്നും വൈജയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നല്ലോ. അങ്ങനെ ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. പിന്നീട് ബാലേന്ദ്രൻ വൈജയോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞ് കാണുമല്ലോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജ പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അല്ലായിരുന്നെങ്കിൽ പിന്നെ അല്ലായിരുന്നെങ്കിൽ ഇപ്പം നീ അവരെ രക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നേനം. എടി, ഇങ്ങനെ കിടന്ന് നാവ് കൊണ്ട് അലക്കാല്ല, നിന്നെയൊക്കെ എന്തിനേലും കൊള്ളാവെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജ പറഞ്ഞു, പിന്നെ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതുവരെയായിട്ട് രോഗത്തിന് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ചെയ്തില്ല. കാരണം എന്താ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിന് ശിക്ഷ കിട്ടട്ടെ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈജ പറഞ്ഞു, അല്ലേലും എനിക്കറിയാം, നിങ്ങൾക്ക് ആ അലീനയുടെ പിന്നാലെ നടക്കാനല്ലേ സമയമുള്ളൂ. സ്വന്തം മകൻ്റെ കാര്യം നോക്കാനോ അവൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാനോ സമയമില്ലല്ലോ. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറിയില്ലേ, എനിക്കറിയാമല്ല നിങ്ങളുടെ അടവാന്ന്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് നല്ല ദേഷ്യം വന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞ് നിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാര്യം എത്ര പറഞ്ഞാലും നിൻ്റെ തലയിലേക്ക് കയറാനും പോകുന്നില്ല. എടി, ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും വൈജ പറഞ്ഞു, എല്ലാത്തിനും കാരണം അവളെന്ന് ആ വീട്ടിലേക്ക് വലുതുകാലം വെച്ച് കയറിയോ അതിന് ശേഷമാണ് ആ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. ബാലേന്ദ്രൻ ചോദിച്ചു, അവൾ വന്നതിന് ശേഷമാണോ? അപ്പോൾ അവളാണോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്? അവളാണോ രോഹിത്തിനെ ഹരിയനെയൊക്കെ പറഞ്ഞു വിട്ടത്? എടാ, നിങ്ങൾ പോയി ആ പെങ്കുച്ചിനെ പീഡിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞേ. അവളായിരിക്കില്ലേ വിളക്ക് എന്തിക്കൊണ്ട് പോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വൈജയുടെ മോൻ താണു. നാണം കൊണ്ടുകൂടി, ഇത്രയെങ്കിലും ഉടുപ്പും നാണോണ്ട് നീ ഇങ്ങനെ പറയുമോ? നീയും പ്രസവിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടിച്ചപ്പോൾ വൈജയുടെ മുഖം ഇങ്ങനെ കത്തി. അല്ല, നിനക്കും ഉണ്ടല്ലോ 2-3 പെൺകുട്ടികൾ. 2-3 പേരോ? ഞാൻ ആകെപ്പാടെ 2 പേരെ പ്രസവിച്ചിട്ടുള്ളെന്ന് പറഞ്ഞു. എടി, അവർക്ക് ആർക്കെങ്കിലും എങ്ങനെ ഒരു ദുർഗതി വന്നിട്ടാണെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അവരെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വളർത്തുന്നത്, അവരെ നല്ല രീതിയിലാണ് വളർത്തുന്നത്. ഏതെങ്കിലും ഒരുത്തൻ വിളിച്ച ഉടനെ ആ പിന്നാലെ ഇറങ്ങിപ്പോകാൻ നിൽക്കുമല്ലോ എൻ്റെ പെൺമക്കളെന്ന് പറഞ്ഞു. നമുക്ക് കണ്ടറിയാം. അപ്പോഴും നീ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിൻ്റെ അഹങ്കാരം നിർത്തിയിട്ട് നീ താഴേക്ക് ഇറങ്ങി വാ. അഹങ്കാരം വെച്ചുകൊണ്ടിരുന്ന ഒന്നും ആകത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോൾ വൈജി ചോദിച്ചു, നിങ്ങൾ ഇത്ര ആയിട്ട് നിങ്ങൾ അവനെ ഒന്ന് കാണാൻ വേണ്ടി പോയെന്ന് ചോദിച്ചു. കാണാനോ? ഞാൻ എന്തിനു കാണാൻ പോകണം? നീ പറ. നല്ല കാര്യം ചെയ്തിട്ട് കിടക്കുന്നതല്ലേ ജയിലിലേക്ക് പോയി കാണാനായിട്ട്. ഇനിയിപ്പോൾ ഷോപ്പ് തുറക്കണം. നിനക്ക് ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതി. ഷോപ്പ് തുറന്ന് കഴിയുമ്പോഴത്തേനും ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുന്നോർത്ത് ഞാൻ ടെൻഷനായിട്ട് ഇരിക്കുക. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കുറേ സമയം കൂടെ ബാലേന്ദ്രൻ ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ വായു എന്നെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് വൈജയുടെ അടുത്തുനിന്ന് ഇറങ്ങണേ. പിന്നീട് രോഹിത്തിനെ കാണാനായിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട്. കാരണം ഹരിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ശിവശങ്കരനെ, പക്ഷേ രോഹിത്തിനെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ രോഹിത്തിനെ കാണണം. എത്രയാന്ന് പറഞ്ഞ മകനല്ലേ, അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഒടുവിൽ ജയിലിലേക്ക് ചെല്ലുവാണ്. അവനെ വേണ്ടിയിട്ട് വിസിറ്റേഴ്സ് റൂമിൻ്റെ അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് അവൻ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് അങ്ങോട്ടേക്ക് വന്നു. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ ഇത്, അതുകൊണ്ട് അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. രോഹിത്തിൻ്റെ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രന് ആകെപ്പാടെ സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് അവൻ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു കോലം തന്നെയായിരുന്നു. ഏതൊരച്ഛനും സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ലല്ലോ. അല്ലെങ്കിൽ ആരും ഒരിക്കലും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല സ്വന്തം മകനെ ജയിലിൽ പോയി കാണുക എന്നുള്ളത്, അതും ഇങ്ങനെ ഒരു കേസിൽ. പിന്നീട് രോഹിത്തിനോട് പറഞ്ഞ്, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതങ്ങനെ ജാമ്യം കിട്ടുന്ന കാര്യമൊന്നുമല്ല, നിനക്കറിയാലോ. ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെയൊക്കെ എത്ര വട്ടം ഉപദേശിച്ചാൽ. ഞാനാണെങ്കിലും അലീനയാണെങ്കിലും എല്ലാവരും പറഞ്ഞല്ലേടാ. അന്ന് രാവിലെ പോലും നിന്നോട് പറഞ്ഞല്ലേ നീ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചപ്പോൾ കോളേജിലേക്കാന്ന് പറഞ്ഞ് പോയതല്ലേ. എടാ, ഇതാ പറഞ്ഞു കുറച്ചൊക്കെ മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കണമെന്ന്. രോഹിത്തൊന്നും മിണ്ടാതെ മുഖം കുഴിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു.
തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? പിന്നെ തെറ്റ് ചെയ്യാതെയാണോടാ നിന്നെ ഇവിടെ കൊണ്ട് നിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാനവിടെ പോയെന്നുള്ള ശരി തന്നെയാണ്, പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ പോയി ബിയറൊക്കെ കഴിച്ചു, പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അന്താളിപ്പോടുകൂടി അവനെ നോക്കുവാണ്. കാരണം അവനിങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ അവന് തെറ്റ് ചെയ്തിട്ടില്ലേ എന്നൊരു ചിന്തയും തോന്നലുമൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.